ഹേലോ. കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഇന്നാണ് നമ്മൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നത്. വാപ്പച്ചിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ 9 മണിയായപ്പോഴേക്കുമാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ വാപ്പ ജോലിക്ക് കഴിഞ്ഞ് നിന്നിട്ട് ഫുഡ് കഴിക്കണ വീഡിയോ ഉണ്ട് ഇത്. അങ്ങനെ തന്നെ നമ്മൾ കാക്കാനോടും മൂത്താപ്പാനോടൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. വാപ്പച്ചിയുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നോവയിലാണ് പോയത്. 2 ഫാമിലിയാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേന് നമ്മുടെ അതേ വൈബായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. എവിടെ യാത്ര പോയാലും ഛർദ്ദിക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ അല്ലേ? അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഉമ്മച്ചി. വണ്ടി കയറിയപ്പോൾ മുതൽ ഛർദിൽ തുടങ്ങിയതായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൻ്റെ പേരിൽ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ഏരിയ കണ്ടപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ 3 പേരും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവരുടെ ഫോട്ടോസ് എടുത്തു കൊടുക്കലൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ. പിന്നെ ഇത് എൻ്റെ വാപ്പച്ചിയും അനീത്തിയാണ്. അങ്ങനെ നല്ലൊരു പ്രദേശമായിരുന്നു. ഒരു 10-11 മണി ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിയിൽ കയറി യാത്ര ആരംഭിക്കുന്നത്. എല്ലാരും കിടന്ന് ഉറങ്ങുകയാണ്, ഞങ്ങൾ മാത്രം ഉണരുകയാണ്. ഈ പാട്ട് പാടിയതാണ് അലീക്ക. അലീക്കയോടൊപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾക്കിങ്ങനെ ബോറടിക്കൂല, എപ്പോഴും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതേ നല്ലൊരു സ്ഥലത്തെത്തിയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണ്, ഉമ്മാടെ വാപ്പാടും ഒക്കെ ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്തായാലും ഒരു നേരത്തെ ഫുഡെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 3 വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് കുറേ ഫുഡ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന സ്പോട്ടും നല്ല രസമുള്ള സ്പോട്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അതിൻ്റെ എപ്പോഴോ ഞാൻ കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി. കണ്ടു തുറന്നപ്പോഴേക്കും വാപ്പച്ചിയും നിയാദക്കയും കൂടി പനംകരിക്ക് വാങ്ങാൻ നിൽക്കണമായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഓടിച്ചെന്ന് വീഡിയോ എടുക്കാനായിട്ട് ഓടിച്ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഈ പനംകരിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും, കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നീണ്ടൊരു കാത്തിരിപ്പിന് ശേഷം നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേശം നമ്മൾ നമ്മൾ ഹോട്ടൽ ഓറഞ്ചിലേക്ക് വന്നേക്കണേ. എന്തിനാണ് അലിക്ക പറയേ? ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ തണുപ്പൊക്കെ അല്ലേ, ഒന്ന് ചൂടാൻ വേണ്ടി ഒരു ചായ കുടിക്കാം. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വാപ്പച്ചി എല്ലാവരും ചായ കുടിച്ചെങ്കിലും ഞാൻ ബൂസ്റ്റാണ് കുടിച്ചത്. കാര്യം എനിക്ക് ചായ ഇഷ്ടമല്ല. അങ്ങനെ നല്ലൊരു ക്ലൈമറ്റിൽ നല്ല ചൂട് ബൂസ്റ്റ് കുടിക്കാൻ അതൊരു വേറൊരു ഫീലാണ്. എല്ലാ കറക്കത്തിന് ശേഷം അവസാനം നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡ് വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണേണ്. വാപ്പച്ചിയും യാലിക്കയും കൂടി ആയിട്ടാണ് ഫുഡ് വാങ്ങാനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറിൽ പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഉത്സവമായിരുന്നു. കാരണം എല്ലാവരും സംസാരിച്ച് നല്ല രസമായിരുന്നു. രാവിലെ തന്നെ ആയപ്പോഴേക്കും നമ്മൾ അടുത്ത യാത്രയിലേക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. പക്ഷേ രാവിലെ എന്നൊക്കെ പറയുമ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ടാവും. കാര്യം ഉമ്മമാർക്ക് ഇപ്പോഴാണല്ലോ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് ഉറങ്ങാനൊക്കെ വിട്ടിട്ട് നമ്മളൊരു 10:30 ആയപ്പോഴേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 10-11 മണിയായപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അൽ ബുഖാരി എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഹോട്ടലിൽ കയറുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിൽ കയറുമ്പോൾ ഒരു ട്രാജഡി സംഭവിക്കുമെന്ന്. അതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുട്ടത്ത് ഫുഡ് കഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റ്, മസാല ദോശയൊക്കെ ആയിരുന്നു. അങ്ങനെ ഓർഡർ ഇതൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അവർ പറഞ്ഞത് ചട്നി ഇല്ല, തേങ്ങയില്ല എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാമ്പാർ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വിസിറ്റിംഗ് എന്ന് പറഞ്ഞത് എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിലായിരുന്നു, ഹൈ റേഞ്ച് ഹോസ്പിറ്റലിലായിരുന്നു. കാര്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ആയപ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിലുള്ള സബീത്താക്ക് വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങിപ്പോയി. കണ്ണ് തുറന്നപ്പോഴേക്കും ഒരു വഴിതെറ്റിൽ അങ്ങോട്ട് തെറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് വഴിതെറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ അധികം കറങ്ങേണ്ടി വന്ന് അധികം നേരം എടുത്ത് വീട്ടിലെത്താനായിട്ട്. പക്ഷേ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി, കുറേ ഡാമുകൾ കാണാൻ പറ്റി, നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിലുള്ള ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു. നല്ല കോടയും നേരിയ മഴയും അല്ലാത്തൊരു ഫീലായിരുന്നു. പക്ഷേ എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്തൊന്നും ഫോൺ സ്വിച്ച് ഓഫ് ആവുമല്ലോ, സ്വാഭാവികം.
ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ.